Good morning. Today we will study about phonetics in English. Englishലെ phonetics. What does it mean? Phonetics. Phonetics is the science of sounds. ശബ്ദങ്ങൾ ഇംഗ്ലീഷിലെ ഓരോ ലെറ്റേഴ്സും എഴുതുമ്പോൾ അല്ലെങ്കിൽ ഓരോ വേർഡ്സും നമ്മൾ എഴുതുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നതിനുള്ള ഒരു രീതിയുണ്ട്. നമ്മളുടെ റീജിയണൽ ലാംഗ്വേജും ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് പോലെ തന്നെയാണ് വായിക്കാറുള്ളത്. അതേ സ്ഥാനത്ത് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. എപ്പോഴും ഇംഗ്ലീഷിൽ അതുപോലെ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ PUT. Here the sound of U is U. We will read it put. But in case of this word, what is this? But. The same vowel is used here. But we read BUT as but. Here U pronounced as the sound U, whereas in this case it is as A. But and put. Similarly, English, here the sound of E is E itself, whereas in this case it is not pin but pen. The sound of E is A. Likewise, there are 44 sounds in English phonetics. There are 44 sounds in which 12 are vowels. How many vowel sounds are there? 12 vowel sounds. 12 vowel sounds ആണ് ഇംഗ്ലീഷിലുള്ളത്. 12 vowel sounds and 8 diphthongs. We will study more about diphthongs in the next video. ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ 2 വവൽ സൗണ്ടുകൾ അതല്ലെങ്കിൽ ഒന്നിലധികം വവൽ സൗണ്ടുകൾ ചേർന്ന് വരുന്നവയ്ക്കാണ് എന്തെന്ന് പറയുന്നത് ഡിഫ്തോങ് എന്ന് പറയാം. ഇനി കൺസണന്റ് സൗണ്ട്സ് ബാക്കി 24 കൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. 12 vowel sounds, 8 diphthongs and 24 consonant sounds are there in English phonetics. In this class we will study more about the 12 vowel sounds. Phonetic soundsനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചില വേർഡ്സ് നോൺ ഫോണറ്റിക് ആയിട്ട് വരാറുണ്ട്. അതായത് എഴുതുന്നതിനനുസരിച്ച് നമ്മളത് പ്രൊനൗൺസ് ചെയ്യാത്തവയ്ക്കാണ് എന്തെന്ന് പറയുന്നത് നോൺ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. What is this? KEY. How to pronounce it? Key. Key. Not key. Key. Similarly, another word. What is this? It is que, isn't it? Que. But not que. It is also key. It is also key. Here there are 3 phonemes KEY. These are called phonemes. അല്ലേ? ഇതിന് എന്താ പറയുക? Phonemes എന്ന് പറയാം. In this key there are 4 phonemes QUAY. It is also pronounced key, not key. It is key itself. Key. എന്താണ് കീ എന്ന് പറഞ്ഞാൽ? ഈ കീ എന്താണ്? ഇതെന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമുക്ക് അറിയാം കീ എന്താണ്? ചാവിയാണ്. അവസാനത്തെ ഈ കീ എന്ന് പറയുന്നത് എന്താണ്? ഈ ഷിപ്പ് ഒക്കെ നങ്കൂരമിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, ലോഡ് കയറ്റുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാകുന്നത്, അതായത് നമ്മളെ പോർട്ടുകൾ, തുറമുഖങ്ങൾ ചെറിയ തരത്തിൽ ഷിപ്പുകളിൽ നിന്ന് കൈമാറാൻ പാകത്തിന്
സ്ഥാപിക്കുന്ന ചെറിയ പോർട്ടുകൾക്കും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഖീ എന്ന് പറയുന്നത്. ഇതും പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഖീ എന്നാണ്, നോട്ട് ക്വേ. പലരും തെറ്റായിട്ട് ക്വേ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവയെ നമുക്ക് എന്തെന്ന് പറയാം, നോൺ ഫോണറ്റിക് വേർഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഫോണറ്റിക്സിലേക്ക് കടക്കാം. വവൽ സൗണ്ട്സ് 12 എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ വവൽ സൗണ്ട്സ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ശരിയായ രൂപത്തിൽ ഓരോ വേർഡും പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയായ രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ നിലയിൽ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നവരാണ് ഇതൊക്കെ കൂടുതൽ പഠിക്കുക. നമുക്കിത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ശരിയായ രൂപത്തിൽ വേർഡ്സ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഫോണറ്റിക്സിലെ വവൽ സൗണ്ട്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഒരു ഐ ടു 2 കുത്ത് ഇതുപോലെ ഇടുന്നു. ഇത് പ്രൊനൗൺസ് ചെയ്യുക ഈ. എന്താണ് ഈ എന്ന് പറഞ്ഞേ, ഈ. ഇതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഷീപ്പ്, ഷീപ്പ്. ഇവിടെ ഈ അല്ലേ, ഈ 2 ഈ ഇട്ടിരിക്കുന്നു. അത് ആണ് വാസ്തവത്തിൽ ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഫോണറ്റിക്സിൽ നമുക്ക് ഈ എന്നെങ്ങനെ സൂചിപ്പിക്കാം, ഇതേപോലെ നമുക്ക് സൂചിപ്പിക്കാം. ഈ എക്സാമ്പിൾ ഷീപ്പ്. അത് കരുതിയിട്ട് എല്ലായ്പ്പോഴും ഈ ആണോ? വേണ്ട. ഈ എന്ന് സൗണ്ട് കിട്ടുന്ന എല്ലാം വാസ്തവത്തിൽ ഇത് തന്നെയാണ്. അതിൻ്റെ ഫോണറ്റിക് സിമ്പിൾ എന്ന് പറയുന്നത്, ഇതിനെന്ത് പറയാം, ഫോണറ്റിക് സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ. ഒരു ഉദാഹരണത്തിന് ഈ നീട്ടി എഴുതുന്ന വേറെ വേർഡ്സ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ഏതാണ്? റീഡ്. പറഞ്ഞുകൂടെ? അതെ, READ, റീഡ്. ഇവിടെ എന്താ സ്പെല്ലിംഗ് എന്താണ്? EA ആണ് അല്ലേ. എങ്കിലും അതിൻ്റെ സൗണ്ട് ഏതാണ്? ഫോണറ്റിക്സിൽ സൗണ്ട് ഏതാണ്? ഇത് തന്നെയാണ്, ഈ എന്ന സൗണ്ട് തന്നെയാണ്. റീഡ്. കീ. ശരി, കീ, കീ അല്ലേ. ഇവിടെയും ഈ സൗണ്ടാണ്. അപ്പോൾ ജീപ്പ് അല്ലേ. ഇവിടെയും എന്താണ്? ഈ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര എക്സാമ്പിൾസ് നോക്കാം. ഇ. എന്താണ്? ഈ ഇല്ല, ഈ. ഒരു ക്യാപിറ്റൽ ഐ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നതിന് അല്ലേ. ഒരു ക്യാപിറ്റൽ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഇ. എക്സാമ്പിൾ എന്താണ്? ഷിപ്പ്. ഇവിടെ ഈ ഐയുടെ ഉപയോഗമാണ് ഇവിടെ ഇത് വരുന്നത്. ഷിപ്പ്. ഡിപ്പ്, ഡിപ്പ്, ബിറ്റ്. അതുപോലെ തന്നെ സ്പെല്ലിങ് വേറെ വരുന്നതും ഉണ്ട്. ജിം, ജിം. ഇതിനെല്ലാം സൗണ്ട്, വവൽ സൗണ്ട് വരുന്നത് ഇ എന്നാണ്. ഇതെന്താണ് വായിക്കുക? ഇ. ഇനി സാധാ യു അല്ല, അതാ ഇങ്ങനെ. ഉ. എന്താ വായിക്കുക? ഉ. ഊ അല്ല, ഉ. ഉ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പുഷ്, പുഷ്. ഔട്ട് പറ്റില്ല. ഔ. 2 വവൽ വരുന്നതാണ്. അപ്പോൾ ഏതായിരിക്കാം? ഡിഫ്തോങ്. നേരത്തെ പറഞ്ഞ ഡിഫ്തോങ് ആവും അല്ലേ. ഔട്ട് എന്നുള്ളത് എന്താവും? ഡിഫ്തോങ് ആവും. പുഷ്. ബട്ട് ഇല്ല, ഉ എന്ന സൗണ്ട് അല്ലേ വരുന്നത് ഇവിടെ. പുഷ്. ബട്ട് വരില്ല. കാരണം എന്താണ്? അ എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നത്. ടുക്ക്. ഇതല്ലേ ടുക്ക്. ഓ വരുന്നുണ്ട്. അത് കരുതിയിട്ട് നമ്മൾ ടൂക്ക് എന്ന് പറയുമോ? ഇല്ല. ഇതെന്താ വായിക്കുക? ടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഊ സൗണ്ട് മാത്രമേ വരുന്നത്. ടുക്ക്. ലുക്ക്, ലുക്ക്. ആ ഊന്ന് വരുന്നില്ലേ? ഊ പറ്റില്ല. ഉ എന്നുള്ള മാത്രമേ. ലുക്ക്. പിന്നെ വേറെ സ്പെല്ലിങ് വരുന്നത് പുഷ്, പുഷ്. OU
ആണ് ഇവിടെ വരുന്നത് അല്ലേ, ഒ യു. പക്ഷേ ഒ യു ഉണ്ടെങ്കിലും ഔ എന്ന് വരുന്നുണ്ടോ, കൗഷ് എന്ന് വഹിക്കുന്നുണ്ടോ, ഇല്ല, കുഷ് എന്നേ വഹിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് കുഷ്. ഇതും എന്താണ്, ഈ ഉ സൗണ്ടിൽ വരുന്നതാണ്, കുഷ്. ഇതെല്ലാം തന്നെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഊ. ഇതെന്താണ്, ഊ. യു ഇട്ട് 2 കുത്ത്, ഇവിടെ ഐ ഇട്ട് 2 കുത്ത് ഇട്ടപ്പോൾ എന്താണ്, ഈ എന്നാണ് വായിച്ചത്. അതുപോലെ തന്നെ യു ഇട്ട് 2 കുത്തിടുമ്പോൾ എന്താണ്, ഊ. എക്സാമ്പിൾ നമുക്ക് പറയാം, ബൂട്ട്, ബൂട്ട് അല്ലേ, ബൂട്ട്. ഊ എന്ന് നീട്ടി വരും. ബൂക്ക് എന്ന് നമ്മൾ പറയാറുണ്ടോ, ഇല്ല. ഫുഡ്, നമ്മളിത് ഫുഡല്ല, നമ്മളാണ് സാധാരണ നിലയിൽ മലയാളികളാണ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ പോകുന്നത് അല്ലേ. ഫുഡല്ല, മറിച്ച് എന്താണ്, ഫുഡ്. ഇറ്റ് ഈസ് ഫുഡ്. സിമിലർലി സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, റൂഡ്. ഹീസ് റൂഡ്. ആളൊരു റൂഡാണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം അതാണ് റൂഡ്. സ്പെല്ലിംഗ് എന്താണ്, RUA വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക എങ്ങനെയാണ്, റൂ എന്നാണ്, റൂഡ്. അതാണ് ഊ. ഇത് ഈ അല്ല, ഈ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇതല്ലേ, ഇതാണ് ഈ അല്ലേ. ഇത് ഈ അല്ല, എ. ഇതാണ് എ. എക്സാമ്പിൾ നോക്കാം, ബെഡ്, ബെഡ്. അപ്പോൾ ഇതെന്താ, ഇതേതാണ് ഫോണിക്സിൽ എന്താ പറയാ, എ, ബെഡ്. ഹെഡ്, ഇതാണ് ഹെഡ്. സ്പെല്ലിംഗ് ഡിഫറെൻ്റ് അല്ലേ, HEAD, ഹെഡ്. പിന്നെ സെഡ്, SAID, സെഡ്. ആ അല്ല, ആ എന്നുമല്ല, എ എന്നുമല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന എ. മലയാളത്തിലില്ല, അതിന് സിമിലർ ആയിട്ടൊരു സൗണ്ട് മലയാളത്തിലില്ല. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ആണ്. ഇതെങ്ങനെ വായിക്കുക, ബെറ്റർ എന്നാണ് നമ്മൾ സാധാരണ നിലയിൽ പറയാറുള്ളത്. ബെറ്റർ അല്ല, ബെറ്റ, ബെറ്റ, ബെറ്റ. ആറിൻ്റെ സൗണ്ട് പുറത്ത് വരുന്നില്ല, ബെറ്റ. ഈ ഒരു ആകത്ത് വരുന്ന ആ സൗണ്ടാണ് ആ. എന്നാൽ ശരിക്കും ആ എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴുള്ള, അതിന് വേറെ സൗണ്ട് വരുന്നുണ്ട്. ബെറ്റ ആണ് സൗണ്ട് വരുന്നത്. പിന്നെ എബൌട്ട് എന്നല്ല, അബൌട്ട്, അബൌട്ട്, അബൌട്ട്. ഈ എയുടെ സൗണ്ട് അബൌട്ട്. അത് എയുമല്ല ആയുമല്ല, അല്ലാത്ത വരുന്ന ഒരു സൗണ്ടാണ് അബൌട്ട്. അബൌട്ട് അങ്ങനെ പറഞ്ഞു പഠിക്കണം. പ്രൊണൗൺസിയേഷൻ, നമ്മളുടെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിൽ അങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ വളർന്നു വരുമ്പോഴും ആ രൂപത്തിൽ പ്രൊണൗൺസ് ചെയ്ത് ശീലിച്ചോളും. അബൌട്ട്. സിംഗർ, എന്താണ് സിംഗർ. സിംഗർ അല്ല, സിംഗറുമല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സിംഗർ. ഇനി ഇതിൻ്റെ ഒരു ദീർഘം വരുന്നുണ്ട്, വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് അതിന് ഇതെന്ത് വായിക്കാം, ബേർഡ്, ബേർഡ്. ഈ ഒരു സൗണ്ടാണ് ബേർഡ്സ്. അത് മലയാളത്തിൽ അതിന് സമാനമായിട്ടുള്ള പല വാക്കുകളും അറബിക്ക് സമാനമായിട്ട് മലയാളത്തിലില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷിന് സമാനമായിട്ട്
പലതുമില്ല. പിന്നെ നമ്മൾ ഇന്ത്യക്കാർ നമ്മളുടേതായ ഒരു ശൈലിയിലാണ് ഇംഗ്ലീഷ് പറയാറുള്ളത്. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയും. ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മളുടെ ഇത് വാസ്തവത്തിൽ ഇതൊക്കെ ബ്രിട്ടീഷ് ആക്സെൻ്റാണ്. ബ്രിട്ടീഷ് ആക്സെൻ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത്. ഏതായാലും ഇന്ത്യക്കാരുടേതല്ല ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഇന്ത്യക്കാർ ഫോളോ ചെയ്തത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും വേറെ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ആക്സെൻ്റാണ്. എന്താണ് വേർഡ്? വേർഡ്, ഹേർഡ്. ഇതേപോലെ സി തിരിച്ചിട്ട് 2 കുത്ത് കൊടുത്ത് ഇത് ഓ എന്ന സൗണ്ടാണ്. ഓ. എക്സാമ്പിൾ ഫോർ, ഫോർ. മോർ, ഹോൾസ്. ഇതൊക്കെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ, മോർ, ഹോഴ്സ്. ഇനിയൊന്ന് എയും ഇയും കൂട്ടി എഴുതിയ പോലെ ഇങ്ങനെയാണ്. ഇതാണ് ആ, ആ. കാറ്റ്, കാറ്റ്. അത് തന്നെ. ഫ്ലാറ്റ്, ഫ്ലാറ്റ്. എന്താണ്? റാറ്റ്, ലാൻഡ് അല്ലേ? ലാൻഡ്. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ആ എന്ന ദീർഘത്തിന് കൊടുക്കുന്നതാണിത്. ഈ എ ഈ 2 കൂട്ടി എഴുതിയ പോലെ. അ, അ, അപ്പ്, കട്ട്, കപ്പ്. ലവ്, ലവ് എന്ന് പറയാറില്ല. ഇതെന്താ ആ എന്നുള്ള സാധനം. ലവ്. ഇവിടെ സ്പെല്ലിങ് ഓയാണെങ്കിലും ശരി, ഇത് ആക്സെൻ്റ് രൂപത്തിലാണ് വരുന്നത്. അ എന്ന സൗണ്ടിലാണ് വരുന്നത് അല്ലേ? ലവ്. ഇനി ആ എങ്ങനെയായിരിക്കാം? 2 കുത്ത് വേണ്ടി വരും അല്ലേ? അപ്പോൾ എ ഇട്ട് 2 കുത്തിട്ടാൽ ആ എന്നായി. ആ. എക്സാമ്പിൾ എന്തെഴുതാം? കാം, കാം. ഇനി വ്യത്യസ്ത സ്പെല്ലിങ്ങിൽ ഇതെങ്ങനെ വായിക്കുക? നമ്മളുടെ നാട്ടിൽ നമ്മൾ പറയാം ഹേർട്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ അല്ലേ? ഹേർട്ട് എന്നൊക്കെ പറയാം. ശരിക്കും ഹേർട്ട് അല്ല, അത് ഹാർട്ട്, ഹാർട്ട് എന്നാണ് വായിക്കുക. ഹാർട്ട്. പിന്നെ ഡിഫറെൻറ്റ് സ്പെല്ലിങ്. ലാഫ്. ഇതെന്താ വന്നിരിക്കുന്നത്? എ യു ആണ് വന്നിരിക്കുന്നത് അല്ലേ? എങ്കിലും അത് ആ എന്ന സൗണ്ടാണ് വരിക. ലാഫ്, ഹാർട്ട്, കാം. സ്കാർഫ് പറയാം. സ്കാർഫ് ഒക്കെ ആ എന്നുള്ള സൗണ്ടാണ്. ഇവിടെ എ എന്നുള്ള സൗണ്ട് തന്നെയാണ്. അപ്പോൾ എത്ര സൗണ്ട്, വവൽ സൗണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്? 12 ആയോ? ഇനി ഒന്നുകൂടെ ഉണ്ടല്ലേ? ഏതായിരിക്കാം? ഓ, ഓ. ഓ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് ഓ. അല്ലെങ്കിൽ നമ്മൾ എയുടെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓ.
വേർഡ്സ് പറഞ്ഞേ ഇത് ഉപയോഗിച്ചിട്ട്. ഓറഞ്ച് അല്ലേ? ആ, അത് ഓ തന്നെയാണ്. നമുക്ക് ഇടയ്ക്ക് ഓ വരുന്നതെന്ന് പറഞ്ഞേ. ഹോട്ട്, ഹോട്ട്. ബോട്ട്, ഓയാണ് വരിക, എങ്കിലും എന്താ വായിക്കുക? ബോട്ട്. ഇതാണ് ഹോർലിക്സ് ആണ്. ഹോട്ടൽ, ഹോട്ടൽ. ഇനി ഓ വരുന്നത് വേറെ ചില വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തെടുത്ത് ചോദിക്കുന്നത്. നോക്കാം, ഇതെന്താണ്? ഇത് വാച്ച് അല്ല, വാച്ച്. വാട്ട് ഈസ് യുവർ നെയിം? ഇംഗ്ലീഷുകാർ ചോദിക്കാൻ വാട്ട് ഈസ് യുവർ നെയിം? വാച്ച്. ഇത് ഓൺ. വാണ്ട്, ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. വാണ്ട്. ബ്രിട്ടീഷ് ആക്സെൻ്റ് എങ്ങനെ വരുന്നത്? വാണ്ട്. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. ഐ വാണ്ട്. വാട്ട് ഈസ് ദിസ്? ഇതൊക്കെ ഓ സൗണ്ടിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? We will study diphthongs in the next class. Till then, happy learning. Thank you.